പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം സ്വർഗത്തിൽ അധിവസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പിതാവും കർത്താവും രാജാതിരാജാവും ആയ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നല്ല ഒരു പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവവചന പഠന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന ഈ ലഘു സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആമുഖ കുറിപ്പിൽ, അതായത് നമ്മുടെ ആ ഫ്ലെയറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നൊരു ഹെഡിങ് ഉണ്ട്: മരണവും മരണാനന്തര ജീവിതവും. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൽ വ്യത്യസ്ത മതവിശ്വാസികൾ ഉണ്ട് എന്നെനിക്കറിയാം. ഓരോ മതങ്ങൾക്കും അവരവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. എന്നാൽ മരണത്തിനപ്പുറമുള്ള ജീവിതം അതെങ്ങനെയായിരിക്കും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് പല ഗ്രന്ഥങ്ങൾ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അടുത്ത ജന്മത്തിൽ നാം ചില മൃഗങ്ങളായും ഒക്കെ പിറക്കുമെന്ന് ചില മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മരണാനന്തരം നാം ഒരു പട്ടിയോ പൂച്ചയോ മൃഗമായോ പിറക്കുന്നില്ല. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ മരണത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. അത് വാനശാസ്ത്രമായി, ജന്തുശാസ്ത്രമായി, സസ്യശാസ്ത്രമായി, ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ധന്യനായ പൗലോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അതിൽ ഒരു വിത്ത് വിതയ്ക്കുന്നതിനെ ഉപമിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഈ ശരീരമാകുന്ന മൺകൂനയെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മരണശേഷം നമ്മൾ ഒരു വിത്തിനെ പോലെ ഈ മണ്ണിലേക്ക് വിതയ്ക്കപ്പെടുകയാണ്. ആ വിതയ്ക്കപ്പെടുന്ന ഏത് വിത്താണോ അതേ വിത്തിൻ്റെ മുളയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ആ വിത്തിൻ്റെ ഫലം പിന്നീട് നമുക്ക് ഭൂമിയുടെ മുകൾ പരപ്പിൽ കാണുവാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഈ ശരീരം മണ്ണിനോട് ചേർത്ത് ലയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഉയർപ്പുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് തെസ്സലോനിക്ക ലേഖനമാണ്, 4 അധ്യായം 16-17 വാക്യങ്ങളാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അങ്ങനെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവർ ഈ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുമ്പോൾ അവരുയർത്തെഴുന്നേൽക്കുന്നു. ശേഷം ജീവനോടെ അന്ന് നാം ഉണ്ടെങ്കിൽ നാമും രൂപാന്തര ശരീരത്തോടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു രൂപാന്തര ശരീരം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കുമുണ്ട്. സകല മനുഷ്യർക്കും ഒരു രൂപാന്തര ശരീരത്തോടുകൂടെ ഇവിടുന്ന് ഉയർക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ രൂപാന്തര ശരീരത്തോടുകൂടെ നാം ഉയർക്കുന്ന ദിവസം വരെ, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം മണ്ണിനോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഭൂതമായോ പ്രേതമായോ ഒന്നും നാം ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ച് പഠിച്ചാൽ മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ പിന്നെ അവൻ്റെ ഇടം അറിയുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു മാറ്റപ്പെട്ടാൽ പിന്നീട് അവർ നമ്മെ തേടി വരികയോ നമ്മുടെ വീട് തിരക്കി വരികയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു പാപിയായ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ
അവന് ഒരു യാതനാ സ്ഥലം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇനി ക്രിസ്തുവിലാണ് ഒരുവൻ മരിക്കുന്നതെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് അവൻ ക്രിസ്തുവിനോട് കൂടെ മറയപ്പെടുന്നുവെന്നാണ്. അങ്ങനെ മരണാനന്തര ജീവിതം എന്നു മുതലാണ് ആരംഭിക്കുന്നത്? വേദപുസ്തകം നാം പഠിച്ചാൽ 2 ഉയർപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. 1 നീതിമാന്മാരുടെ ഉയർപ്പ്, 2 ദുഷ്ടന്മാരുടെ ഉയർപ്പ്. ഈ 2 ഉയർപ്പുകളെ കുറിച്ച് അടുത്ത പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.